ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൊല്ലം അമൃതപുരിയിൽ അന്താരാഷ്ട്ര റൗണ്ട് ടേബിൾ സമ്മേളനം. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദ്വിദിന സമ്മേളനത്തിൽ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. വിദ്യാഭ്യാസം, സുസ്ഥിര വികസനം, ലിംഗസമത്വം, സാമൂഹിക പുരോഗതി തുടങ്ങിയ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സർവകലാശാലകളെ ബന്ധിപ്പിച്ച് അറിവും ഗവേഷണവും പങ്കിടാൻ സഹായിക്കുന്ന യുനെസ്കോയുടെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് യുനെസ്കോ ചെയറുകൾ. രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണം വർദ്ധിപ്പിക്കുക, ഗവേഷണവും അറിവും പങ്കിടൽ എളുപ്പമാക്കുക, വികസന രാജ്യങ്ങൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകുക എന്നിവ ഇത് ലക്ഷ്യമിടുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന സർവകലാശാലയാണ് അമൃത വിശ്വവിദ്യാപീഠം. ലിംഗസമത്വം, സുസ്ഥിര വികസനം, അസിസ്റ്റീവ് ടെക്നോളജി എന്നീ മേഖലകളിലെ യുനെസ്കോ ചെയറുകളാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ യുനെസ്കോ ചെയറുകളുടെ 2 ദിവസത്തെ റൗണ്ട് ടേബിൾ സമ്മേളനത്തിൽ യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്തു. യുനെസ്കോയുടെ പ്രവർത്തനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങളുടെയും അവിഭാജ്യ ഘടകവും ഏറ്റവും വലിയ കരുത്തുമാണ് യുനെസ്കോ ചെയറുകളെന്ന് യുനെസ്കോ ന്യൂഡൽഹി റീജിയണൽ ഓഫീസ് ഡയറക്ടർ ടിം കാർട്ടിസ് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുള്ള സൂസൻ വൈസ്, നേപ്പാളിൽ നിന്നുള്ള ജാക്കോ ഡു ടോയ്റ്റ് ഉൾപ്പെടെയുള്ള യുനെസ്കോയുടെ അന്താരാഷ്ട്ര പ്രതിനിധികളും ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും യുനെസ്കോ പ്രതിനിധികളും വിദഗ്ധരും യുനെസ്കോ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹൈബ്രിഡ് സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃതപുരിയിലെത്തിയ സംഘം അമൃത സർവകലാശാല ചാൻസലർ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. അമൃത സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന 3 യുനെസ്കോ ചെയറുകളാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത്. വിദ്യാഭ്യാസം, സുസ്ഥിരത, ലിംഗസമത്വം, സാമൂഹിക വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര റൗണ്ട് ടേബിൾ സമ്മേളനം ലക്ഷ്യമിട്ടത്. അമൃത ന്യൂസ്, കൊല്ലം.